ഇന്ന് നമ്മൾ കിച്ചണിൽ എങ്ങനെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൽ ഒരു തരി പോലും പുക പുറത്തേക്ക് വരാണ്ട് എങ്ങനെ കത്തിക്കാന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും അടുപ്പൊക്കെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും പറയും പുകയൊന്നും വരില്ല എന്ന്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വീടിൻ്റെ അകത്തേക്കൊക്കെ നല്ലോണം പുക വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു തരി പോലും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പുക വരില്ല. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടാൽ മതി, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ കത്തിച്ചാലാണ് തീരെ പുക വരാണ്ടിരിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്. അതായത് 2 അടുപ്പ്, ഒരു സാധാരണ സൈസ്, പിന്നെ ഇതൊരു ഉരുളിയൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു വലിയ സൈസ് വേണം. പിന്നെ നമുക്ക് ഇവിടെ രണ്ടും കത്തിക്കുമ്പോൾ ഇവിടെ കത്തിക്കാണ്ട് തന്നെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട്ടോടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ അടുപ്പ് കണ്ടറിയാലോ, കുറേ കൊല്ലം പഴക്കമുണ്ട്, ഒരു 15 കൊല്ലത്തിൻ്റെ മേലെയായിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചോറും മീൻകറിയും ഇറച്ചിയൊക്കെ ഞാൻ ഇതിൽ വെക്കേണ്ടത്. അടുപ്പിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടറിയാൻ വെള്ള ടൈൽസിന് ഒട്ടിച്ചുള്ളത്, പക്ഷെ ഒരു കരി പോലും ആയിട്ടില്ല. മുകളിലൊക്കെ വൈറ്റ് പെയിൻ്റ് അടിച്ചുള്ളത്. അപ്പോൾ തീരെ പുക അടിക്കാണ്ടാണ് നമ്മൾ ഈ അടുപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഗ്യാസിനേക്കാളും നല്ല കംഫർട്ടായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ചെറിയ കല്ലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണ്. ഉരുളിയൊക്കെ വെക്കണമെങ്കിൽ വലിയ അടുപ്പത്ത് വേണം വെക്കാനായിട്ട്. ഇതിപ്പോൾ സാധാ അരിക്കല്ലൊക്കെ വെക്കാം, മീൻചട്ടി വെക്കാം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ നമ്മൾ തീ കത്തിക്കണേക്കാൾ മുന്നായിട്ട് വെണ്ണീറൊക്കെ ഒന്ന് മാറ്റണം. വെണ്ണീർ ഇങ്ങനെ തിങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിൻ്റെ ഉള്ളിലത്തെ സ്പേസ് കുറയും. അപ്പോഴും ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം കത്തിക്കാനായിട്ട്. എയർ പാസിങ് നല്ലോണം വേണം ഈ അടുപ്പിൽ, എന്നാലാണ് തീരെ പുകയില്ലാണ്ട് നമ്മുടെ അടുപ്പ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ വെണ്ണീറൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് മാറ്റണം. ഇതുപോലെ ലിഡ് ഇതിൻ്റെ ഓക്കെയാണ്. പിന്നെ ഇതിൽ എൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് വെക്കാനുണ്ടാവും, ഇതുപോലെ ഒരു തകിട്. അതിപ്പോൾ നമ്മൾ ഇവിടെ കത്തിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം ഇവിടെ വെക്കാൻ. അതായത് ഇത് വെക്കണത് ഇവിടുത്തെ പുകയൊക്കെ ഈ അടുപ്പിൽ കൂടെ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിഡ് നമ്മളിവിടെ വെക്കണത്. അപ്പോൾ ഇത് ക്ലോസ് ആയി പിന്നെ ഇതിലൂടെ പുക ശല്യം വരില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ കത്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും ക്ലോസ് ചെയ്ത് ഇതുപോലെ തുറന്ന് വെക്കാണ്ട് ഇങ്ങനെ അടച്ച് വെക്കണം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി, നല്ല കറക്റ്റായിട്ട് തീ കത്തിക്കോളും. ഇപ്പം അടുപ്പിൻ്റെ പുകക്കുഴലാണിത്. നമുക്ക് ബാക്കിൽ സ്ഥലമില്ലാത്ത കാരണം നമ്മൾ സൈഡിലേക്കാണ് പുകക്കുഴൽ വെച്ചുള്ളത്. ഇവിടെ സൈഡിൽ കൂടെ പുകക്കുഴൽ വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പോൾ എന്നിട്ട് വരെ ഒരു തരി പോലും പുക വരാത്ത രീതിയിലാണ് ഞാൻ കത്തിക്കാറുള്ളത്. പുകക്കുഴലാവുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ്, എന്നിട്ട് ഇത് തുറന്നിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ സാധാരണ നമുക്ക് മാസത്തിലൊരിക്കൽ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെണ്ണീറൊക്കെ എടുത്ത് മാറ്റാം. ഇപ്പം കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ജസ്റ്റ് ഇതൊന്ന് കത്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തുമ്പ് കത്തിച്ച് ഇതുപോലെ കത്തിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ വെക്കും. ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെക്കും. അപ്പോൾ ആ എയർ പാസിങ് കറക്റ്റായിട്ട് പുകക്കുഴലിലൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മൂളിച്ച പോലത്തെ ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മുടെ പുകക്കുഴലിലത്തെ വായുവൊക്കെ പുറത്തേക്ക് പോയി നമ്മുടെ അടുപ്പ് കത്തിക്കാൻ ഓക്കെ ഉണ്ട്. ഇനി കത്തിച്ച് കഴിഞ്ഞാൽ ഒരു തരി പുക പോലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരില്ല. ഇപ്പോൾ കണ്ട പേപ്പറൊക്കെ കത്തിക്കഴിഞ്ഞു, നമ്മുടെ പുകക്കുഴലിലത്തെ എയറൊക്കെ പുറത്തേക്ക് പോയി. പിന്നെ അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചത്. ആദ്യമേ തന്നെ കത്തിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കത്തിക്കോളും. നമ്മൾ പുറത്ത് കത്തിച്ച് നമ്മൾ എയർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു വലിക്കണ പോലെ ശബ്ദം വരും. പിന്നെ പുകക്കുഴലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നമ്മൾ കത്തിച്ച പേപ്പറിൻ്റെ ആഷസ് പുറത്തേക്ക് പോകണേം കാണാം. അങ്ങനെ ഓക്കെ ആയതിന് ശേഷം മാത്രമേ നമ്മളിവിടെ കത്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുക അങ്ങനെ അകത്തേക്ക് തന്നെ നമുക്ക് തള്ളും. ഇതിപ്പോൾ അങ്ങനെ ശബ്ദം വന്നു, അതുപോലെ തന്നെ ആഷ് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിന് ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പർ തന്നെ കത്തിച്ച് ഓലക്കുടി ഉണ്ടെങ്കിൽ ഓലക്കുടി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് കത്തിച്ചാൽ മതി. ഒരു തരി പോലും പുക അകത്തേക്ക് വരാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, പുകയില്ലാത്ത അടുപ്പ് ആദ്യം കത്തിക്കുമ്പോഴാണ് പുകയുടെ ശല്യം വരാൻ. ഇതുപോലെ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കത്തിക്കാൻ പറ്റുന്നതാണ് പുകയില്ലാത്ത അടുപ്പ്. അത് ആ പുറത്തൊന്ന് കത്തിച്ചാൽ മതി, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിക്കി അതായത് ഉള്ളിലെ എയർ പാസിങ് വേണം. വിറക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത്. അപ്പോഴാണ് പിന്നെ പുക വരാൻ ചാൻസ് കൂടുതൽ. നല്ലോണം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വിറകൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കില്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് തീരെ പുക വരില്ല. വെള്ള പെയിൻ്റ് അടിച്ചാലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. തരി പുകയുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. വെള്ള പെയിൻ്റ് അടിച്ചെങ്കിൽ പെട്ടെന്ന് കറുപ്പ് കളർ കാണാം. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ
മെയിനായിട്ടുള്ള കാര്യം തീ ഇങ്ങനെ കെട്ടുപോകരുത്. തീ കത്തിക്കൊണ്ടിരിക്കണം. തീ കെട്ടുപോകാൻ വെച്ചാൽ പുകച്ചിൽ വരും. അപ്പം തന്നെ നമ്മളൊരു പേപ്പർ അങ്ങനെ കഷ്ണങ്ങാനും കത്തിച്ചിട്ട് തീ ഓക്കെ ആക്കണം. തീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കണം. കെട്ട് കഴിഞ്ഞാലും ഇങ്ങനെ പുകഞ്ഞ് അകത്തേക്ക് തള്ളാം. ഇതിപ്പോൾ ഞാൻ ചെറിയ അടുപ്പാണ് കത്തിച്ചത്. ചെറിയ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ലിഡ് വെക്കണം. അതുപോലെ തന്നെ ഈ 2 സൈഡും ഇവിടെ ചെറിയ കുട്ടിക്കാലത്തിൽ വെള്ളം വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇതിങ്ങനെ മൂടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കലം മാറ്റി നമ്മുടെ ആവശ്യം കഴിഞ്ഞു എന്ന് വെച്ചാൽ അപ്പം തന്നെ ഈ ലിഡ് എടുത്തിട്ട് ഈ അടുപ്പ് മൂടണം. അതിങ്ങനെ മാറ്റി ഇങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പുക അകത്തേക്ക് തള്ളും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ ഈസി ആയിട്ട് നമുക്ക് തീ കത്തിച്ച് തീരെ പുക അകത്തേക്ക് തള്ളില്ല.